പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാൻ ഇതിൻ്റെ മുൻപ് നമ്മുടെ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഞാൻ വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പ്രവചിക്കാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ കല്യാണം ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതാ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന്. ഇപ്പോൾ ഞാൻ മുതിർന്നു, എനിക്കൊരു മകനുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞായി. ഇപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും നമ്മളെല്ലാവരും ഇപ്പോൾ വീണ്ടും അതേ ഒരു ട്യൂണിൽ തന്നെ കേൾക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ കല്യാണക്കാര്യം. എന്താ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ജ്യോത്സ്യന്മാർ രാഹുൽ ഗാന്ധിയുടെ കല്യാണക്കാര്യം പ്രവചിച്ചതായിട്ട് ഞാൻ കണ്ടു. മിക്ക ജ്യോത്സ്യന്മാരും, അതായത് ഒരു 99% ജ്യോത്സ്യന്മാരും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ലൈഫിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ 2 വിവാഹത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിൻ്റെ ടൈം കഴിഞ്ഞുപോയി. രാഹുൽ ഗാന്ധിക്ക് ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കില്ല എന്നും പല ജ്യോത്സ്യന്മാരും പറയുന്നുണ്ട്. നിങ്ങളും ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. മൂലം നക്ഷത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നക്ഷത്രം. ഹനുമാൻ്റെ നക്ഷത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹനുമാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശ്രീരാമൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭക്തനാണ് ഹനുമാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കഥകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഹിന്ദു പുരാണങ്ങളിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായിട്ട് ഉള്ളൊരു കാര്യം, ഈ ഹനുമാൻ്റെ നക്ഷത്രം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹനുമാൻ്റെ ഒരു ഭക്തിയൊക്കെ ഉള്ള ആൾക്കാർ അവിവാഹിതരായിട്ട് തുടരും എന്നാണ്. ഈ രാഹുൽ ഗാന്ധിയും ഇനി അങ്ങനെ ഒരു അവിവാഹിതനായി തുടരുമോ ഇല്ലയോ എന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇപ്പം നമ്മുടെ പ്രണീതി സിന്ധ് ഇവരുമായിട്ട് ഒരുപാട് കാലമായിട്ട്, അതായത് കുറച്ച് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നത് തൊട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാരത് ജോഡോ യാത്രാ സമയം തൊട്ട് ഇവരുടെ ഒരു വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. FBയിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നു, ഇവർ നല്ല ജോഡിയാണ്, ഇവർ വിവാഹിതരാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന്. ഇതിൽ പ്രണീതിക്ക് 44 വയസ്സാണ്, രാഹുൽ ഗാന്ധിക്ക് 54 വയസ്സാണ്. ഒരു സുന്ദരിയായിട്ടുള്ള ഏതൊരു സ്ത്രീയുടെ കൂടെ രാഹുൽ ഗാന്ധി ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ പെട്ടെന്ന് വൈറലാവുകയാണ്. ഏതെങ്കിലും ഒരു സുന്ദരിയുടെ കൂടെ രാഹുൽ ഗാന്ധി ഒന്ന് ഫോട്ടോ എടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ വൈറലും. പിന്നെ അതിൻ്റെ പുറകെ ഇവർ കല്യാണം കഴിക്കുമോ എന്നുള്ള ന്യൂസും ഇങ്ങനെ വന്ന് കാണുന്നു. എൻ്റെ ആഗ്രഹം ഇതുപോലെയൊക്കെയുള്ളൊരു സുന്ദരി ആയിരിക്കണം രാഹുൽ ഗാന്ധിയുടെ വൈഫ് എന്നാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് പ്രണീതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു. കാരണം അവർക്കിപ്പോൾ 44 വയസ്സായി എന്ന് പറയുന്നു, പക്ഷേ അവരെ കണ്ടാൽ അത്ര ഏജൊന്നും തോന്നുന്നില്ല. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 80 ഡിസംബർ 9, 1980 ഡിസംബർ 9 ഈ പ്രണീതി സിന്ധ് ജനിച്ചത്. അപ്പോൾ അവർക്കിപ്പോൾ 44 വയസ്സായി. 1970 രാഹുൽ ഗാന്ധിയുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ജൂൺ മാസമാണ്, ജൂൺ 19 എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ 54 വയസ്സായി. പക്ഷേ രാഹുൽ ഗാന്ധിക്കും 54 വയസ്സായി എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ് തോന്നുന്നത്, ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ടോയെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഒന്ന് നരച്ചു എന്നല്ലാതെ മറ്റു ഒരു മാറ്റവും അദ്ദേഹത്തിൻ്റെ സ്കിന്നിനൊരു തരി ചുളിവ് പോലും വന്നിട്ടില്ല. എൻ്റെ ഉപ്പയും രാഹുൽ ഗാന്ധിയും ഒരേ പ്രായക്കാരാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഉപ്പയ്ക്ക് രേഖകൾ പ്രകാരം 55 വയസ്സായി, രാഹുൽ ഗാന്ധിക്ക് 54. പക്ഷേ എൻ്റെ ഉപ്പാനെയും രാഹുൽ ഗാന്ധിയും കൂടെ ഒരുമിച്ച് കണ്ടാൽ എൻ്റെ ഉപ്പ രാഹുൽ ഗാന്ധിയുടെ പിതാവാണെന്ന് വിചാരിക്കും. അത്രയ്ക്കും ഒരു 60-65 വയസ്സ് എൻ്റെ ഉപ്പയ്ക്ക് പ്രായം തോന്നുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ പ്രായമൊന്നും തോന്നാത്തത്. അപ്പോൾ ഇവർ തമ്മിൽ വിവാഹിതരാവണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി ഇനി വിവാഹിതനാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഹുൽ ഗാന്ധിക്കൊരു കുടുംബം ഉണ്ടാവണമെന്നും അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവണമെന്നും നമ്മുടെ രാജീവ് ഗാന്ധിക്ക് അനന്തരാവകാശികൾ ഉണ്ടാവണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു, ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ആളുകളുടെ ലേഖനങ്ങൾ വായിച്ചു നോക്കി. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, പിന്നെ ഇദ്ദേഹം എന്താ പറയുക, നമ്മുടെ രാഹുൽ ഗാന്ധി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതൊക്കെ പാടെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇനി വിവാഹിതനാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രാഹുൽ ഗാന്ധിയോട് ഇൻ്റർവ്യൂവിൽ ആരെങ്കിലും നിങ്ങൾ വിവാഹിതനാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ പോയി കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഒരു ഹാസ്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സ്നേഹമുള്ള പെൺകുട്ടികളെ കണ്ടാൽ കല്യാണം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പുറകെ ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? പ്രണയനൈരാശ്യമാണോ? അങ്ങനെയൊക്കെ ആ ഒരു ചോദ്യങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, പഠിത്തമുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ആ ചോദ്യം അവിടെ സ്റ്റോപ്പ് ആവും എന്ന നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി ഞാൻ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ആൻസർ നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു പക്ഷേ എൻ്റെ തോന്നലാവാം. പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു 2 പ്രണയമുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരാളൊരു കൊറിയക്കാരിയും മറ്റൊരാൾ അഫ്ഗാൻ സുന്ദരിയും ഒരു കൊറിയ സുന്ദരിയും. അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഏതൊരു റോക്കറ്റിൻ്റെ പേര് പോലത്തെ പേരായിരുന്നു. അവരുമായിട്ട് രാഹുൽ ഗാന്ധി പ്രണയത്തിലായിരുന്നു. ആദ്യം കൊറിയക്കാരിയായിട്ട് പ്രണയത്തിലായിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പായി. പിന്നെ രണ്ടാമത് വേറൊരാൾ അഫ്ഗാൻ രാജകുമാരിയായിട്ട്, പിന്നെ അതും എന്ത് സംഭവിച്ചു എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയുള്ളൂ. ഈ കേട്ട കഥകളൊക്കെ സത്യമാണെങ്കിൽ അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയുള്ളൂ. ഒബാമ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ 2 സുന്ദരികൾ ബുദ്ധിമതികൾ എന്ന് രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ എവിടെയോ ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേട്ട കഥകളൊക്കെ സത്യമാണെങ്കിൽ അവർക്ക് പോയി എന്നല്ലാതെ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് എന്താ? അദ്ദേഹത്തിന് ഇപ്പം എനിക്കിപ്പോൾ ഒരു കല്യാണം വേണമെന്ന് അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പുറകെ ഈ പ്രണീതി സിന്ധിനെ പോലെ തന്നെ ഒരുപാട് സുന്ദരികൾ ക്യൂ നിൽക്കും. പക്ഷേ രാഹുൽ ഗാന്ധി വിവാഹമാണ് ഏറ്റവും മുഖ്യമെന്ന് വിചാരിക്കുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് വളർന്നു. അപ്പം അദ്ദേഹം ഏറ്റവും പ്രധാനം വിവാഹമാണ്, കുടുംബജീവിതമാണ് എന്നൊന്നും കരുതുന്ന ഒരാളല്ല. നമുക്ക് പ്രാർത്ഥിക്കാം രാഹുൽ ഗാന്ധിയുടെ മനസ്സ് മാറി അദ്ദേഹം എത്രയും പെട്ടെന്നൊരു വിവാഹം ചെയ്യാൻ. അതിനിപ്പോൾ നമ്മുടെ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു കൂടെ നിൽക്കുന്ന പ്രണീതി സിന്ധ് ആയാൽ അത്രയും സന്തോഷം. സോണിയാഗാന്ധിയെപ്പോലെ ഏറ്റവും മികച്ചൊരു പാർട്ട്ണറെ, രാജീവ് ഗാന്ധിക്ക് കിട്ടിയൊരു പാർട്ട്ണറെ പോലെ ഏറ്റവും മികച്ചൊരു ലൈഫ് പാർട്ട്ണറെ രാഹുൽ ഗാന്ധിക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജീവ് ഗാന്ധിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, രാജീവ് ഗാന്ധി ഏറ്റവും വലിയ ഭാഗ്യവാനായിട്ടുള്ളൊരു പുരുഷനാണ്. കാരണം ബാഹ്യ സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരു യുവതിയെ കല്യാണം കഴിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതിൽ പരം ഒരു ഭാഗ്യം ഈ ലോകത്ത് വേറൊന്നും ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് കിട്ടാനില്ല. സോണിയാഗാന്ധി എന്ന് പറയുമ്പോൾ ആന്തരിക സൗന്ദര്യവും ബാഹ്യ സൗന്ദര്യവും എല്ലാം ഒരുപാട് ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ലൈഫ് പാർട്ട്ണറായിട്ട് രാജീവ് ഗാന്ധിക്ക് കിട്ടി. അതുപോലെ തന്നെ അച്ഛന് കിട്ടിയ അതേ ഭാഗ്യം നമ്മുടെ രാഹുൽ ഗാന്ധിക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.